എമ്പുരാൻ ഒരു രാഷ്ട്രീയ സിനിമയാണോ? അല്ലേ അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എമ്പുരാനെ ചൊല്ലി ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ പുകലൊക്കെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് കെട്ടടങ്ങുന്നതായിരിക്കും. ജനപ്രിയ മാധ്യമങ്ങൾക്ക് പുതിയ രുചികൾ തേടി അവർ തേടി പോവുകയും ചെയ്യും. പൊടി അടങ്ങിയാലും ഒരു ഭീതി അവശേഷിക്കുക തന്നെ ചെയ്യും. ഒരു കത്രികയുടെ ഭീതി സർഗാത്മകതയുടെ മേൽ തൂങ്ങി കിടക്കുക തന്നെ ചെയ്യും. ഫാസിസ്റ്റുകൾ അവരുടെ വലിയ സ്വപ്നത്തിന്റെ നിർമ്മിതിയിലേക്കുള്ള ചെറിയ ചുവടുകൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കച്ചവട സിനിമയ്ക്ക് പൊതുവിൽ ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് വ്യാപാര ലാഭത്തിൻ്റെത് മാത്രം തന്നെയാണ്. ജനപ്രിയതയുടെ ചെലവിൽ വിറ്റഴിക്കാവുന്ന അധമത്വങ്ങളുടേത് മാത്രമാണ്. അധോലോക രാജാക്കന്മാരുടെയും അരിയിട്ട് വാഴിക്കുകയും കറുത്തവനെയും വിദ്യനെയും അവകാശങ്ങൾ ചോദിക്കുന്ന തൊഴിലാളിയെ, സ്വാതന്ത്ര്യം മോഹിക്കുന്ന പെണ്ണിനെ അവമതിക്കുന്നതുമാണ്. ഈ എമ്പുരാനെ യഥാർത്ഥത്തിൽ ആർക്കാണ് പേടി? എന്തിനാണ് പേടി? RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇന്ത്യ വിരുദ്ധമെന്നും ഹിന്ദു വിരുദ്ധമെന്നും ഈ സിനിമയെ പ്രത്യക്ഷത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് യാദൃശികമായല്ല. എമ്പുരാൻ ഇറങ്ങിയത് മലയാളത്തിലാണെങ്കിലും അതൊരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ്. ആവിഷ്കാര രീതി കൊണ്ടും വാണിജ്യ ലക്ഷ്യം കൊണ്ടും അത് ഉന്നം വെക്കുന്നത് മലയാളി പ്രേക്ഷകർക്കും അപ്പുറമായിട്ടുള്ള ജനങ്ങളെയാണ്. തങ്ങൾ മറക്കാനും മറയ്ക്കാനും ആഗ്രഹിക്കുന്ന ചോര പുരണ്ട ഏടുകൾ സിനിമ നഗ്നമായി പുറത്തു കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അതൊന്നും ഇനി അനുവദനീയമല്ല. ചലച്ചിത്രമായാലും കാർട്ടൂൺ ആയാലും വാർത്തയായാലും കവിതയായാലും കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ഈ രോഗം മറ്റിടങ്ങളിലേക്ക് പടരാൻ വിട്ടുകൂടാ. അതാണ് അവരുടെ തീരുമാനം. ആ ഭീഷണി ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുള്ള ഒരു അനുഭവം. ഓർഗനൈസറിലെ ആദ്യത്തെ ലേഖനം വന്ന 2 നാൾക്കുള്ളിൽ ഗോകുലം മൂവീസ് റീജിയണൽ സെന്റർ ബോർഡിന് സ്വയം അപേക്ഷ നൽകി. അവർ അനിഷ്ടകരമായ ഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ അപേക്ഷ നൽകുകയായിരുന്നു. ശിരസും ഹൃദയവും മുറിച്ച എമ്പുരാൻ പ്രദർശനത്തിന് എത്തുകയും ചെയ്തു. വില്ലന്റെ ബൽരാജ് ബജ്റംഗി എന്ന പേര് ബൽദേവ് എന്നാക്കി. കാലം 2002 എന്നതിന് പകരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് മാറ്റി. വർഗീയവാദികൾ ഗർഭിണികളെ ഉപദ്രവിക്കുന്നതും മുറിച്ചു മാറ്റുകയായിരുന്നു. ആകെ 2 മിനിറ്റ് വരുന്ന 24 ഭാഗങ്ങൾ. ഒരു പേരിനെ ഇത്രയും ഭയക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ കാരണമുണ്ട്. ഗുജറാത്തിലെ ബജ്റംഗ് ദൾ നേതാവായ ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്റംഗിയാണ് 2002 നരോദ പാർട്ടിയിൽ 36 സ്ത്രീകളെയും 26 പുരുഷന്മാരെയും 35 കുട്ടികളെയും ഉൾപ്പെടെ 97 മുസ്ലിങ്ങളെ വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയത്. 2007 മെൽഹക്ക നടത്തിയ ഒളിക്യാമറ അഭിമുഖത്തിൽ അതെല്ലാം അയാൾ ആവേശപൂർവ്വം വെളിപ്പെടുത്തുന്നുമുണ്ട്. കൊലപാതകങ്ങൾക്ക് ശേഷം ആഭ്യന്തര മന്ത്രി ഗോർദൻ സവായിയെയും BHP ജനറൽ സെക്രട്ടറി JB പട്ടേലിനെയും വിളിച്ച് വിവരം പറഞ്ഞതായും അയാൾ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. ധീരമായ ഈ മാധ്യമ ഇടപെടൽ 2012 ഓഗസ്റ്റ് 31 ബജ്റംഗിയെ മരണം വരെ തടവിന് വിധിക്കുന്നതിൽ വരെ എത്തിച്ചേർന്നിരുന്നു. എങ്കിലും മിക്കപ്പോഴും അയാൾ ജാമ്യത്തിൽ പുറത്തു തന്നെയായിരുന്നു. നവചേതൻ എന്ന ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഉദ്ദേശം മഹത്തരമാണ്. ജാതിയിൽ താഴ്ന്നതോ അന്യമതസ്ഥരോ ആയവരുമായ പെൺകുട്ടികളുടെ മിശ്ര വിവാഹങ്ങൾ തടയുക. ബജ്റംഗി എന്നത് ഒരിക്കലും ഒരു പേരല്ല, ഒരു ആശയം തന്നെയാണ്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഇപ്പോഴും ഉയർത്തിയിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും മണ്ണിടിഞ്ഞ മനുഷ്യരുടെ ജീവൻ മാത്രം ബാക്കിയായ അവരുടെ സഹോദരങ്ങളും ചെയ്തതോർക്കുമ്പോൾ ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനത്തെ സാമ്പത്തികമായി കഴുത്തിനിരിക്കുമ്പോൾ ഇക്കുറി അത് ചോദിക്കുന്നത് സംഘപരിവാറാണ്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന്. മോദിയുടെ ഗുജറാത്തിനും യോഗിയുടെ UPക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് കേരളം അർഹമായിട്ടുള്ളത്? ഇന്ത്യയിൽ പ്രത്യക്ഷത്തിൽ തന്നെ തിരോധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിൽ മാത്രം എന്തിന് നിലനിൽക്കണം എന്നാണ് ചോദ്യം. മനുഷ്യാവകാശങ്ങളുടെ ആർഭാടങ്ങൾ, ശാസ്ത്രബോധത്തിന്റെ അലങ്കാരങ്ങൾ, പുഷ്പക വിമാനത്തിന്റെയും ഗണപതിയുടെയും തലമാറ്റിയ പ്ലാസ്റ്റിക് സർജറിയുടെയും കഥകൾ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ എന്താണ്? സിനിമയിലെ ബജ്റംഗി പറയുന്നത് പോലെ അധികം നെഗ്ലിക്കണ്ട. നിങ്ങൾ പരശുരാമൻ മഴുകറിയും മുമ്പ് ഉള്ളതുമാതിരി കടലിൽ താഴ്ത്തിക്കളയും. അതാണ് സംഘപരിവാറിന്റെ ഭീഷണി തന്നെ. പക്ഷെ ഇന്ത്യക്കാരന്റെ ചരിത്ര സ്മരണകളെ ആർക്ക് വെട്ടിമാറ്റാൻ പറ്റും? തന്റെ പിഞ്ചു കുഞ്ഞടക്കം സ്വകുടുംബത്തിലെ 14 പേരുടെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച ബിൽക്കിസ് ബാനുവിനെ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 11 കൊടും കുറ്റവാളികൾക്ക് ഗുജറാത്ത് സർക്കാർ ശിക്ഷയിളവ് നൽകി പുറത്തയച്ചപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പൂമാലയിട്ട് സ്വീകരിച്ചതിനെ, വയോധികനായിരുന്ന കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫറിയുടെ നിഷ്ഠൂര വധത്തിന്, സാക്കിയ ജാഫറിയുടെ അവസാനിക്കാത്ത പോരാട്ടത്തിന് ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. ഈ കൂരിരുട്ടിലും മെഴുകുതിരി വെട്ടത്തിന്റെ പ്രകാശരശ്മികൾ കാണാനുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് കോൺഗ്രസ് രാജ്യസഭാ അംഗവും ഉറുദു കവിയുമായ ഇമ്രാൻ പ്രതാപ് ഗാന്ധിക്കെതിരെ ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് തൊട്ടു മുമ്പത്തെ ദിവസമാണ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം അന്തസ്സാർന്ന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പ്രഖ്യാപിച്ച നീതിപീഠം ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും
ആവിഷ്കാരത്തിനുള്ള വ്യക്തിയുടെ അവകാശം മാനിക്കപ്പെടണമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട്. എ ഗൂൻ കെ പ്യാസെ ബാത് സുനോ എന്ന കവിതയും ഒപ്പം പങ്കുവച്ച വീഡിയോയും ഭാരതീയ ന്യായ സംഹിത 196 വകുപ്പ് പ്രകാരം വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നതും സാമുദായിക രമ്യതയ്ക്ക് ഹാനി വരുത്തുന്നതും ആണെന്നതായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം. കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതി ജസ്റ്റിസുമാരായ അഭയ് ഓക്ക, ഉജ്ജൽ ബയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുകയായിരുന്നു. കവിതയും നാടകവും സ്റ്റേജ് ഷോകളും ആപേക്ഷ ഹാസ്യവും എല്ലാമാണ് മനുഷ്യ ജീവിതത്തെ സർഗാത്മകമാക്കുന്നതെന്നും കോടതി നിരീക്ഷിക്കുക തന്നെയായിരുന്നു. സമൂഹ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും ഫാസിസത്തിന്റെയും അർബുദം ഗ്രസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യവാദികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഈ വിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭരണഘടനാ വാഴ്ചകളുടെയും പൗരാവകാശങ്ങളുടെയും സംരക്ഷകനും കാവൽക്കാരനും എന്ന പദവിയിൽ നിന്ന് നീതിപീഠം വ്യതിചരിക്കുന്നുവോ എന്ന ഭയാശങ്കകൾ ഉയരുന്ന സന്ദർഭത്തിൽ വിശേഷിച്ചും ഈ വിധി കഠിനമായ അന്ധകാരത്തിലെ മെഴുകുതിരി വെട്ടം തന്നെയാണ്. രക്തദാഹത്തിന്റെ ദംഷ്ട്രകൾ നിയമത്തിന്റെ മുഖംമൂടികളിൽ ഒളിപ്പിക്കുന്ന ഭരണകൂട ശക്തികളോടുള്ള പ്രത്യക്ഷമായ ഒരു താക്കീതാണിത്. എമ്പുരാൻ സിനിമ പ്രത്യക്ഷ സൂചനകളിലൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കളിയാക്കുന്നുണ്ട്. നേതാവ് മരിച്ചാൽ മക്കളെ വാഴിക്കുന്ന പാർട്ടിയും നേതാവിനെ പ്രകീർത്തിക്കാൻ മെഗാ തിരുവാതിര കളിക്കുന്ന പാർട്ടിക്കാരും എല്ലാം അതിലുണ്ട്. അങ്ങോരം എതിരിടുന്ന നേതാക്കളുടെ അഡ്ജസ്റ്റ്മെന്റുകളും അവസരവാദപരമായ ഒത്തുതീർപ്പുകളും അതിലുണ്ട് എന്ന് വ്യക്തമാണ്. ഇതൊക്കെ ഇല്ലാത്ത വാണിജ്യ സിനിമകൾ മലയാളത്തിൽ ഏതുണ്ട്? കണ്ടും കേട്ടും തടമിച്ച ഈ തമാശകൾ ആരെയും മുറിപ്പെടുത്തുന്നതുമില്ല. രാഷ്ട്രീയം സിനിമയിൽ കാണുന്നതല്ല, അത് മലയാളികൾക്ക് നന്നായി അറിയാം. ക്ഷേമ പെൻഷൻ ആയാലും വിലക്കുറവിൽ ലഭിക്കുന്ന അവശ്യ സാധനങ്ങളായാലും പ്രകൃതി ദുരന്തങ്ങളിൽ ഓടിയെത്തുന്ന കൈത്താങ്ങായും ഭൂമിയായും വീടായും അത് അവർ അനുഭവിച്ചു പോരുക തന്നെയാണ്. 2.5 മണിക്കൂറിലെ അബ്രപാളിയുടെ മായ കാഴ്ചകൾക്ക് കുലുക്കാനാവാത്ത ജീവിത സമരമാണ് മലയാളികൾക്ക് രാഷ്ട്രീയം. എന്നാൽ വംശഹത്യയുടെ ചിത്രീകരണം അതെത്ര ദുർബലവും അരാഷ്ട്രീയവുമായാൽ പോലും പാൻ ഇന്ത്യൻ പ്രേക്ഷകർ കാണുന്നതിനെ സംഘപരിവാർ ഭയക്കുകയാണ്. നുണയുടെ ദുർബലമായ കൊട്ടാരങ്ങളിലാണ് അവരുടെ വാസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും നേർത്ത രശ്മികൾ പോലും അവർക്ക് അസഹ്യമാണ്. പാഠം ഒന്നേ ഉള്ളൂ: ഫാസിസ്റ്റുകൾ പൊതുവെ ഭീരുക്കളാണ്. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വിശേഷിച്ചും. അവർക്കാണ് യഥാർത്ഥത്തിൽ എമ്പുരാനെ പേടി.